ഇത് നമ്മളെ വീട്ടിലത്തെ സ്ഥിരം ഒരു വിസിറ്ററായി മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആൺമയിലിനെ ഇത്രയും അടുത്തുനിന്ന് കാണുക. അടുത്തുനിന്നല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത് തന്നെ. ഇവരിപ്പോൾ പീലി വിടർത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ട് 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 കുറേ ആയപ്പോൾ എനിക്ക് ആ ഒരു കൗതുകം പോയി. ആദ്യമൊക്കെ നമ്മൾ മയിൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള ഒരു പക്ഷി ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഭയങ്കര അത്ഭുതത്തിൽ അതിൻ്റെ കൂടെ അങ്ങനെ പോയി നോക്കുമായിരുന്നു എന്താ ചെയ്യണത്. അതൊക്കെ ഇതിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാതോർത്തിരിക്കും ഇതെന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇവർ പീലി വിടർത്തുമ്പോഴും ഇവർ വന്നാലൊക്കെ നമ്മൾ ഒന്നും കൂടെ പോയി നോക്കൂ കേട്ടോ. ഇത് നമ്മളെ വീട്ടിലത്തെ സ്ഥിരം ഒരു വിസിറ്ററായി മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആൺമയിലിനെ ഇത്രയും അടുത്തുനിന്ന് കാണുക. അടുത്തുനിന്നല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത് തന്നെ. ഇവരിപ്പോൾ പീലി വിടർത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ട് 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 കുറേ ആയപ്പോൾ എനിക്ക് ആ ഒരു കൗതുകം പോയി. ആദ്യമൊക്കെ നമ്മൾ മയിൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള ഒരു പക്ഷി ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഭയങ്കര അത്ഭുതത്തിൽ അതിൻ്റെ കൂടെ അങ്ങനെ പോയി നോക്കുമായിരുന്നു എന്താ ചെയ്യണത്. അതൊക്കെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാതോർത്തിരിക്കും ഇതെന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇവർ പീലി വിടർത്തുമ്പോഴും ഇവർ വന്നാലൊക്കെ നമ്മൾ ഒന്നും കൂടെ പോയി നോക്കൂ കേട്ടോ.